ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹന. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു റെസിപ്പി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ കോലത്തിൽ കുക്കിംഗ് ചെയ്യാനൊക്കെ ഈ വേഷത്തിന് വിചാരിക്കും. ഞാൻ വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ തന്നെ വീഡിയോ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ടേസ്റ്റ് പോലും അറിയാത്ത ഒരു സംഭവം ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൊണ്ടെങ്കിൽ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നല്ല കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും ഇവിടെ കാക്കയുടെ സൗണ്ട് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലും ഉണ്ടായിരുന്നു കാക്ക. അതിന് വീഡിയോ വരാനും എന്ത് പറയാം. കുക്കിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്താണ് ഐറ്റം എന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടാ ഗൈസ്. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മളെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പഴുത്ത മാങ്ങ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സീസണിൽ മാങ്ങ നല്ല പഴുപ്പായി നിൽക്കുന്ന ടൈമാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അത്രയും പഴുപ്പാണ് ശരിക്കും മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടത്. ഞാനെടുത്ത മാങ്ങ പഴുത്ത് തന്നെയാണ്, പക്ഷേ ഒത്തിരി പഴുപ്പല്ല, എന്നാലും പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിൻ്റെ തൊലി നമ്മൾ കളയണം. അപ്പോൾ തോല് നമ്മൾ കളയുമ്പോൾ നോർമലായി ചെത്തിക്കളയല്ല ചെയ്യുക. അങ്ങനെ ചെയ്യാണ്ട് ഇതിൻ്റെ തോല് നമ്മൾ പഴം ഉരിക്കുന്ന പോലെ ഉരിച്ച് കളയണം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. ഇത്രയും പഴുത്ത മാങ്ങ വേണം കേട്ടോ, നല്ല പഴുത്ത മാങ്ങ വേണേ. ഇനി നമുക്കതിൽ കരപ്പ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അരപ്പിന് ആയിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ തേങ്ങ, പിന്നെ നല്ല ജീരകം, പിന്നെ പച്ചമുളക്, കുറച്ച് കുരുമുളക് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ, അത് നമ്മൾ എത്രയാണോ മാങ്ങ എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള അളവിലെടുക്കാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങ എടുത്തിട്ടുണ്ട്. കാരണം ഒരു 5-6 മാങ്ങ എടുത്തോണ്ടാണ് കേട്ടോ ഇത്രയും തേങ്ങ എടുത്തല്ലെങ്കിൽ ഇത്രയും തേങ്ങയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ഇടുക. പിന്നെ നമ്മളെ ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകം, അതിടാം. പിന്നെ കുരുമുളക് ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഒരു 4-5 കുരുമുളക് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് പേസ്റ്റാക്കി അരച്ചെടുക്കാം. കറി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു മൺചട്ടിയായിട്ട് എടുത്തേക്കുന്ന ചട്ടിയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ മാങ്ങയിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കറിവേപ്പിലയും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. മാങ്ങ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് മാങ്ങ വേവിക്കാൻ വയ്ക്കാം. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരു തുണ്ടം ശർക്കര ഇട്ട് കൊടുക്കണം. എനിക്ക് ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയില്ല, നല്ല കട്ടത്തൈര് വേണം കേട്ടോ. കട്ടത്തൈര് നല്ലപോലെ ഇങ്ങനെ ഉടച്ച് കൊടുക്കുക. അതിൻ്റെ കട്ടയെല്ലാം നമ്മൾ നല്ലപോലെ ഉടച്ച് കളയണം കേട്ടോ. അതിൽ പിന്നെ കറിയിലത് അങ്ങനെ കട്ടായി കിടക്കും. അപ്പോൾ നല്ലപോലെ നമുക്ക് ഉടച്ച് കളയാം. അപ്പം നമ്മളെ മാമ്പഴം നല്ലപോലെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങ വേഗം തന്നെ വേവും. അങ്ങനെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. മാങ്ങ നല്ലപോലെ വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറച്ച് നേരം മൂടിച്ച് വേവിക്കുക. എന്നിട്ട് നമ്മൾ ഉടച്ച് വെച്ച തൈരുണ്ടല്ലോ, അത് കുറച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം പിന്നെ മൂടിച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് അത് വേവിച്ചെടുക്കുക. അപ്പോൾ ഗ്യാസ് ഒന്നും ഓണാക്കണ്ട, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പം തന്നെ നമ്മളെ മാമ്പഴ പുളിശ്ശേരി റെഡിയായി. മാങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം പുളിയും ടേസ്റ്റൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അതിലേക്ക് വേണ്ട വറവുണ്ടാക്കാൻ പോവാം കേട്ടോ. അത് കാച്ചിടാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒഴിക്കാം. എന്നിട്ട് എന്താ ചെയ്യുക, കടുക് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ
വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഓയിലാണ് ഒഴിച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും പിന്നെ അതുപോലെ വറ്റൽമുളകും ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മാങ്ങാപ്പുളിശ്ശേരിയിലേക്ക് നമുക്ക് അത് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി വറവിട്ട് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഫൈനലി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാതെ വരേക്കും ബൈ.